പോലീസ് പടോളിൽ പരിശോധിക്കുന്നത് കണ്ണൂർ തലശ്ശേരിയിലെ ITI വിദ്യാർത്ഥിയുടെ ദുരൂഹമരണ കേസാണ്. പന്ന്യന്നൂർ ഗവൺമെന്റ് ITIയിലെ വെൽഡർ കോഴ്സ് വിദ്യാർത്ഥി പ്രവീൺ കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് തമിഴ്നാട് സ്വദേശികളായ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തലശ്ശേരി ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എരഞ്ഞോളിപ്പാലത്തിനടുത്തെ ആഫ്റ്റർ കെയർ ഹോമിൽ തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്നത്. പന്ന്യന്നൂർ ഗവൺമെന്റ് ITIയിലെ വെല്ലർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച പ്രവീൺ കുമാർ. 19-കാരനായ ഇയാളെ താമസ സ്ഥലത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ പാണ്ഡ്യരാജന്റെയും മീനാക്ഷിയുടെയും മകനായ പ്രവീൺ കുമാർ 1.5 വയസ്സ് മുതൽ തൃശൂർ ആഫ്റ്റർ കെയർ ഹോമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പ്രായപൂർത്തിയായതോടെ തലശ്ശേരിയിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്റെ അടുത്ത് കുട്ടി 4:42 എന്റെ അടുത്ത് സംസാരിച്ചത്. എന്റെ അടുത്ത് അവർ വിളിച്ച് പറഞ്ഞു കുട്ടി 5:30 മരിച്ചെന്നാ പറയുന്നത്. പക്ഷെ 5:30 മരിച്ച കുട്ടീനെ അമ്മേനെ എത്ര മണിക്കാ വിളിക്കുക? 10 മണിക്കാ വിളിക്കുക ഒരു അമ്മേനെ. ആരറിയാണ്ട് ഈ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ ചേർത്ത് ഹോസ്റ്റലിൽ നിന്ന് വേറെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും 4 മാസം എന്റെ മോനെ ചികിത്സ എടുത്തിട്ടുണ്ട്. ഈ 4 മാസം വരെയും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്റെ മോനെ ഇങ്ങനെ ചികിത്സിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ശാപനകാരത്തന്നെ എടുത്ത് അടിക്കാൻ പാടില്ല എന്റെ കുട്ടീനെ. എനിക്കിപ്പോ ആരല്ല, എനിക്ക് ആകെ ഒരു കുട്ടിയല്ലോ, എനിക്ക് കയറ്റുവാനില്ല. ഇപ്പൊ ഞാൻ അതിയായില്ലേ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ.